എല്ലായിടത്തും പ്രാർത്ഥനകൾ പുരോഗമിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലായിടത്തും ആളുകൾ, വിശ്വാസികളുടെ വലിയ തിരക്കും കാണാൻ സാധിക്കും. വിശ്വാസികൾ ഇപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഉള്ളത്. ഈ എല്ലാ സന്ദേശവും ഇത് തന്നെയാണ്. സ്നേഹവും സമാധാനവും സന്തോഷവും ഒക്കെ പകരാൻ ഉള്ള സന്ദേശം തന്നെയാണ് ഈ ഒരു ബക്രീദ് ദിനത്തിൽ പറയുന്നതും. നമ്മൾ അത് തന്നെ എല്ലായിടത്തും വ്യാപിക്കട്ടെ. നമുക്ക് നിലമ്പൂരിൽ നിന്നും അമൽ തേനംപറമ്പിൽ ചേരുന്നുണ്ട്. അമൽ, ഈ നിലമ്പൂരിൽ ഇതാ ഒരു തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അതിനിടയിലെ ഒരു പെരുന്നാൾ കൂടി വന്നിരിക്കുകയാണ്. നിലമ്പൂരുകാരുടെ പെരുന്നാൾ ആഘോഷമൊക്കെ എങ്ങനെയാണ്? പള്ളികളിലൊക്കെ പ്രാർത്ഥനാ ചടങ്ങുകൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? അമൽ, ആഘോഷത്തിന്റെ ഭാഗമായി ഇന്നലെയും ഇന്നുമൊക്കെയായി ഒരു തീപ്പൊരി തിരഞ്ഞെടുപ്പ് പ്രചരണം നടക്കുന്നതിനിടയിലാണ് പെരുന്നാൾ എത്തുന്നത്. ആ പെരുന്നാൾ ആഘോഷത്തിനൊപ്പം നിൽക്കുകയാണ് സ്ഥാനാർത്ഥികളെല്ലാവരും. ഇന്നിപ്പോൾ പരസ്യ പ്രചരണമില്ല. വാഹനത്തിൽ മൈക്ക് കെട്ടി വെച്ചുള്ള പ്രചരണ പരിപാടികളോ വാഹന പ്രചരണ പരിപാടികളോ ഒന്നുമില്ല. അപ്പോൾ അത്യാവശ്യം ആളുകളെയൊക്കെ വീട്ടിൽ പോയി കാണുന്ന പ്രചരണ പരിപാടികളാണ്. അതോടൊപ്പം തന്നെ പള്ളികളിലേക്കും ഈദ്ഗാഹുകളിലേക്കും എത്തി അവിടുത്തെ ആളുകളെ കാണുകയാണ്. നമ്മളിപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് നിസ്കരിക്കാനെത്തിയ പള്ളിയിലാണുള്ളത്. ഇത് വീടിനോട് തൊട്ടടുത്തുള്ള ഒരു പള്ളിയാണ്. നിലമ്പൂർ ടൗണിൽ തന്നെയാണ് ഈ പള്ളിയുള്ളത്. അതോടൊപ്പം തന്നെ ഇതിനപ്പുറത്തായി അധികം ദൂരമില്ലാത്ത ഒരു സ്ഥലത്ത് അൻവർ, എടക്കര ഗവൺമെൻറ് ഹൈസ്കൂളിലെ ഈദ്ഗാഹിൽ അൻവർ പങ്കെടുക്കുന്നുണ്ട്. എം സ്വരാജും തൊട്ട് വീടിന് സമീപത്തുള്ള പള്ളികളിലും, നിലമ്പൂർ ടൗണിൽ തന്നെയാണ് അതെല്ലാം ഉള്ളത്. ടൗണിലെ പള്ളികളിലും സമീപത്തുള്ള വീടുകളിലും എല്ലാത്തെ ആളുകളെ കാണുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വിവിധ സ്വീകരണങ്ങളും പരിപാടികളും എല്ലാം ഉണ്ട്. ആ പരിപാടികളിലൊക്കെ ഇവർ പങ്കെടുക്കും. അങ്ങനെ പരിപാടികളിൽ പങ്കെടുത്ത് മുന്നേറുകയാണ്. ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകളെ കാണാൻ കഴിയുന്ന ഒരു സ്ഥലം ഈദ്ഗാഹുകളും ഇതുപോലെ പള്ളികളിലെ നിസ്കാര ചടങ്ങുകളിലുമൊക്കെയാണ്. അപ്പോൾ അവിടേക്ക് എത്തി പരമാവധി ആളുകളെ കാണുക എന്നുള്ളത് കൂടി സ്ഥാനാർത്ഥികൾ കാണുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അവസരം കൂടിയാണ്. കാരണം പുറത്തു നിന്നുള്ള ആളുകളൊക്കെ, വിദേശത്തേക്കുള്ള ആളുകളും ആൾക്ക് ഏറ്റവും കൂടുതൽ നാട്ടിലേക്ക് എത്തുന്ന ഒരു കാലം കൂടിയാണ്. ആ കാലത്ത് അവരെല്ലാവരും ഇവിടേക്ക് എത്തുന്നു. ഇത്തരം ഈ പറയുന്ന പെരുന്നാൾ ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാനായി എത്തുന്ന ആളുകളുണ്ട്. ആ ആളുകളെയൊക്കെ പരമാവധി നേരിൽ കാണുക. തിരഞ്ഞെടുപ്പ് കഴിയും വരെ മടങ്ങരുത് എന്ന് അഭ്യർത്ഥിക്കുക. തന്നെ സഹായിക്കുന്ന നിലമ്പൂർ ഒരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനിടയിലാണ് ഒരു പെരുന്നാൾ കൂടി വരുന്നത്. അപ്പോൾ പള്ളികളിലേക്കൊക്കെ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ധാരാളം ആളുകളെ കാണാൻ സാധിക്കും. എല്ലാവരോടും സ്നേഹം പങ്കിടാനും വോട്ട് ചോദിക്കാനും ഒക്കെ ഒരു അവസരം കൂടിയാണ് ആ നിമിഷങ്ങൾ എന്നുള്ളതാണ്. എന്തായാലും എല്ലായിടത്തും പരിപാടികൾ, പ്രാർത്ഥനാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്.